കൃഷ്ണായനം 58 ഗോവർദ്ധനം കുടയായി. തുടർച്ച. മറ്റൊരാൾ പറഞ്ഞു, ഗോക്കളും ഗോവർദ്ധനവും നമുക്ക് ദിവ്യം തന്നെ. അവരെ പൂജിക്കുന്നതിലൂടെ മഹത്വം ലഭിക്കുന്നു. ഇതുവരെയും നാം അനുഷ്ഠിക്കാത്ത ഒരു പുണ്യകാര്യം തന്നെയാണത്. ഗോക്കളിൽ നിന്ന് ക്ഷമയും സ്നേഹവും നാം പഠിക്കുന്നു. പർവ്വതത്തിൽ നിന്ന് ഉറച്ച മനസ്സും നമ്മളിൽ എത്തിച്ചേരുന്നു. അവരാണ് നമ്മുടെ ദേവതകൾ. മറ്റൊരു വ്യക്തി പറഞ്ഞു, ഇന്ദ്രോത്സവം നടത്താതിരുന്നാൽ ദേവപ്രഭു കോപിക്കും. ഇന്ദ്രൻ ക്ഷിപ്രകോപിയാണ്. കണ്ണൻ പറഞ്ഞു, ഇന്ദ്രൻ കോപിക്കട്ടെ, നാം ക്ഷമിക്കണം. ക്ഷമയാണ് ബലം. നന്ദഗോപനും വൃഷഭാനുവും കണ്ണന്റെ അഭിപ്രായത്തെ ശരിവെച്ചു. അവർ പറഞ്ഞു, നീ പറഞ്ഞത് ശരി തന്നെയാണ് കണ്ണ. നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നത് ഗോവർദ്ധനഗിരിയാണ്. ആ പർവ്വതത്തെ വേണ്ട പോലെ ബഹുമാനിക്കുകയോ പൂജിക്കുകയോ നാം ചെയ്യാറില്ല. ഇനിമേലിൽ നാം അതാവർത്തിക്കരുത്. ഗോവർദ്ധനത്തെ സ്നേഹിക്കണം, പൂജിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. ആചാര്യൻ പറഞ്ഞു, നിങ്ങളെല്ലാം സമ്മതിച്ചാൽ നമുക്ക് ഗോ ഉത്സവം നടത്താം. ഗോവർദ്ധനത്തെ പൂജിക്കാം. യാഗം ഗിരിക്ക് വേണ്ടി ആകാം. ഉത്സവത്തിന്റെ ചടങ്ങിന് മാറ്റം വേണ്ട. അധിഷ്ഠാന ദേവത മാറിയാൽ മതി. അത് കേട്ട് കണ്ണൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ യജമാനനാകാം. ഇന്ദ്രന് വേണ്ടി തയ്യാറാക്കിയ യാഗവസ്തുക്കൾ ഗോപന്മാർക്കുള്ള സദ്യയായി തീരട്ടെ. ഉത്സവ വാർത്ത വൃന്ദാവനത്തെ ആഹ്ലാദിപ്പിച്ചു. എന്നാൽ എല്ലാവരും അത്തരമൊരു ഉത്സവത്തിന് തയ്യാറായില്ല. കേവലം ഒരു ബാലന്റെ അഭിപ്രായത്തിന് വഴങ്ങിക്കൊടുത്തതിൽ ആചാര്യനെ പോലും അവർ കുറ്റപ്പെടുത്തി. ഇനിമേലിൽ 7 ദിവസത്തെ യാഗമില്ല, 3 ദിവസത്തെ ഉത്സവം. അന്ന് ഗോപന്മാർ ഗോവർദ്ധനത്തിലെത്തും. എല്ലാവരും പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഗിരിരാജന് വേണ്ടി പാട്ടുപാടും, നൃത്തം ചെയ്യും. ചെറിയ ഒരു യാഗവും അവസാനം ഉണ്ടായിരിക്കും. വിഭവസമൃദ്ധമായ സദ്യയാണ് പിന്നീട്. എല്ലാവർക്കും അതിൽ പങ്കുകൊള്ളാം. ഇത്തവണ കണ്ണന്റെ നേതൃത്വത്തിലാണ് ഉത്സവം. ബാലന്മാരും ബാലികമാരും സന്തോഷിച്ചു. വനനൃത്തം കാണുവാൻ അവരുടെ കണ്ണുകൾ കൊതിച്ചു. ഗോവർദ്ധനോത്സവത്തിന് വൃന്ദാവനം അണിഞ്ഞൊരുങ്ങി തുടങ്ങി. എതിർത്തവർ മധുരയിൽ നിന്നും പുരോഹിതന്മാരെ കൊണ്ടുവന്നു. കാളിന്തിയുടെ കരയിൽ യാഗകുണ്ഠം തീർത്ത് അവർ ഇന്ദ്രോത്സവത്തിന് തയ്യാറായി. ഉത്സവ ദിവസമായി. ഗോവർദ്ധനത്തിലേക്ക് ഗോപന്മാരും ഗോപാലന്മാരും ഗോപികമാരും യാത്രയായി. പശുക്കളെ കുളിപ്പിച്ച് ചന്ദനം തൊടിവിച്ചു. കൊമ്പുകളിൽ നിറമാല അണിയിച്ചു. കഴുത്തിൽ പുതിയ കുടമണികൾ കെട്ടി. നെറ്റിയിൽ പൊട്ടുകുത്തി. നീല കയറിട്ട് കഴുത്തിന് ശോഭയേറ്റി. കാളക്കൂറ്റന്മാരുടെ പൂണിലും ചന്ദനം ചാർത്തി. പ്രൗഢകളായ ഗോപികമാർ വർണ്ണശബളമായ വസ്ത്രം ധരിച്ചു. കാളവണ്ടികളിൽ കയറി അവർ യാത്രയായി. പാട്ടുപാടിയും താളമിട്ടും യാത്രയ്ക്ക് കൊഴുപ്പേകി. വണ്ടിക്കാളയുടെ കഴുത്തിൽ താമരപ്പൂമാല മണികിലുക്കി താട ആട്ടി ആനന്ദത്തോടെ കാളകൾ ഗോവർദ്ധനത്തിലേക്ക് വണ്ടി വലിച്ചു. ഘോഷയാത്രയുടെ മുന്നിൽ കണ്ണൻ നടന്നു. ശ്വേതവർണ്ണനും നീലാംബരധാരിയുമായ ബലരാമന് കണ്ണനേക്കാൾ ഉയരമുണ്ട്. ബലഭദ്രൻ കർഷകരുടെ അടയാളമായ ഒരു കലപ്പയും തോളിൽ ഏന്തിയിരുന്നു. ഗോപരുടെ കണ്ണിലുണ്ണിയായ കണ്ണൻ അന്ന് പതിവിലും കൂടുതൽ ശോഭിച്ചിരുന്നു. പ്രിയ വേഷമായ പീതാംബരമാണ് അവൻ ധരിച്ചിരുന്നത്. മാറിൽ വനമാലയും മനോഹരമായ ഒരു രത്നമാലയും അണിഞ്ഞിരുന്നു. മുടി നെറുകയിൽ കെട്ടിവെച്ച് മയിൽപീലി ചൂടിയിരുന്നു. കാലിൽ തളയും അരയിൽ ഒഡ്യാണവും അണിഞ്ഞിരുന്നു. ഒരു കൈയിൽ ഓടക്കുഴൽ വച്ചിരുന്നു. കാലിക്കോൽ ഇല്ലായിരുന്നു. ചുവട് വെച്ച് നടക്കുന്ന കണ്ണന്റെ യാത്രയ്ക്ക് പോലും ഇമ്പമുണ്ടായിരുന്നു. നൃത്തം ചെയ്യുന്നത് പോലെയാണ് കണ്ണന്റെ യാത്ര. രാധ കണ്ണനോടൊപ്പം നടന്നു. കപലയ്ക്ക് അതിഷ്ടമായിരുന്നില്ല. എങ്കിലും വൃഷഭാനു അനുവദിച്ചു. രാധ കണ്ണന്റെ ഊർജമായി. ഗോപികമാർ നൃത്തം ചെയ്തു. കണ്ണൻ മുരളി വായിച്ച് നടന്നു. ഗോപികമാർ ദ്രുത നടനം നടത്തി. ആർക്കും ആനന്ദം ജനിപ്പിക്കുന്നതായിരുന്നു ആ യാത്ര. കണിക്കൊന്നയുടെ കാന്തിയുള്ള കണ്ണൻ കമനീയ രൂപനായി എല്ലാത്തിനും നേതൃത്വം നൽകി. ഇതിനിടയിൽ പ്രായമേറിയ ജനങ്ങളെ അടുത്തു കാണുവാനും അവർക്ക് ഉത്സാഹം പകരുവാനും കണ്ണൻ മടിച്ചില്ല. എല്ലാവരുടെയും സമീപത്ത് അണഞ്ഞും കുശലം ചോദിച്ചും ചാട്ടിൽ സഞ്ചരിക്കുന്ന അമ്മമാരോട് കൊഞ്ചിയും രാധയുടെ ചെവിയിൽ രതിമന്മഥ സൂക്തമോദിയും
നാണം കൊണ്ട് മൗനിയാകുന്ന രാധയെ ചൊടിപ്പിച്ചും കൊഞ്ചിക്കുഴഞ്ഞും ആനന്ദം തഞ്ചുമാറ് ആടിയും പാടിയും യാത്രാസംഘത്തിൽ നിറഞ്ഞു നിന്നു കണ്ണൻ. സർവം കേശവമയമായി. ഘോഷയാത്ര മധ്യാഹ്നത്തോടെ ഗോവർദ്ധനത്തിൽ എത്തിച്ചേർന്നു. തണൽ പരത്തി ആർക്കും ആമോദം നൽകി വൻ വൃക്ഷങ്ങളാൽ ഗൗരവം ചൂടി നിൽക്കുന്ന ഗംഭീരനായ ഗിരിരാജൻ. കുലപർവ്വതത്തിന്റെ ഉച്ചിയിൽ നിന്ന് ഒഴുകിവരുന്ന നീർച്ചാലുകൾ വെള്ളിവര പോലെ തിളങ്ങി. വൻമരങ്ങളുടെ ചുവട്ടിൽ ബാലന്മാർ വിശ്രമിച്ചു. നേരത്തെ തന്നെ വിഭവസമൃദ്ധമായ സദ്യ അവിടെ തയ്യാറാക്കിയിരുന്നു. ഗോപന്മാർ മതിവരുവോളം ഭക്ഷണം കഴിച്ചു. രുചികരമായ വിഭവങ്ങൾ. ഈ മൃഷ്ടാന ഭോജനം തയ്യാറാക്കിയതെങ്ങനെയെന്ന് ആർക്കും നിശ്ചയമില്ല. ഹൃദ്യമായ ഖാദ്യങ്ങളും പേയങ്ങളും ലേഹ്യങ്ങളും സദ്യയ്ക്ക് ഉന്മേഷം പകർന്നു. ആകാശത്ത് അഷ്ടദിഗ്പാലകന്മാർ നിരന്നു. ബ്രഹ്മാവും ശിവനും ഗോവർദ്ധനത്തിലെ കാഴ്ച കാണുവാനെത്തി. ഗോപാലന്മാർ ഗോവർദ്ധനത്തെ ഒരുക്കി. പൂക്കളണിയിച്ചും ചന്ദനവും ഗോരോചനവും ചാർത്തിയും ഗിരിയെ മനോഹരമാക്കി. ഗോപന്മാർ നിവേദ്യം തയ്യാറാക്കി. ഗോപന്മാരെല്ലാം ഗോവർദ്ധനത്തെ മനസ്സിൽ ധ്യാനിച്ചു നിന്നു. ഭഗവാൻ പർവ്വതരൂപവും ധരിച്ച് നീല കൊടുമുടിയിൽ വന്നിറങ്ങി നിന്ന് ആ നിവേദ്യം സ്വീകരിച്ചു. അദൃശ്യമായ ആ ശക്തി നൈവേദ്യം സ്വീകരിച്ചതോടെ ഗോപന്മാർ അതീവ സന്തുഷ്ടരായി. വൈകുന്നേരമായപ്പോൾ നൃത്തവും ഗാനവും തുടങ്ങി. കുട്ടികളും പ്രായമായവരും സംഘങ്ങളായി നൃത്തം ചെയ്തു. നൃത്തത്തിൽ പങ്കെടുക്കാത്തവർ ചുറ്റുമുള്ളവരുടെ നൃത്തം കണ്ട് ആനന്ദിച്ചു. ഭാര്യയുടെ മടിയിൽ തലവെച്ച് ഭർത്താവ് ഉറങ്ങി. നൃത്തം വെച്ച് തളർന്നവർ പുൽപ്പരപ്പിൽ നീണ്ടു നിവർന്ന് കിടന്നു. ഗോപികമാരും കണ്ണനും മറ്റൊരിടത്ത് തങ്ങി. രാത്രി ആനന്ദത്തോടെ കടന്നുപോയി. വൃന്ദാവനത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും ഗോവർദ്ധനത്തിൽ ആനന്ദത്തോടെ കഴിഞ്ഞു. പൂങ്കോഴിയുടെ പുഷ്കല കണ്ഠനാദമുയർന്നു. ബ്രാഹ്മമുഹൂർത്തമായെന്ന് അറിയിച്ചുകൊണ്ട് ഇളം കാറ്റുമെത്തി. പശുക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്കി. ഗോപന്മാരും ഗോപികമാരും കുളിച്ചൊരുങ്ങി. ഗോവർദ്ധന പൂജ തുടങ്ങി. ഗർഗാചാര്യന്റെ നേതൃത്വത്തിൽ ദീപാരാധനയുടെ ഒരുക്കങ്ങൾ നടന്നു. ആരതി ഒഴിഞ്ഞ് അവർ പ്രാർത്ഥിച്ചു. നീലാംബരൻ ചുംബിക്കുന്ന ഗോവർദ്ധനം ഇന്നു മുതൽ നമ്മെ സംരക്ഷിക്കുന്നവനാകട്ടെ. കൊഴുത്ത പുല്ല് നൽകി വൃന്ദാവനത്തിലെ പശുക്കളെ രക്ഷിക്കുവാൻ കഴിയുമാറാകട്ടെ. വ്രജഭൂമിയെ കാത്ത് രക്ഷിക്കുവാൻ ഗോവർദ്ധനത്തിന് കഴിയട്ടെ. ഗർഗാചാര്യൻ ഗോവർദ്ധനത്തെ മാത്രമല്ല ഗോക്കളെയും വൃക്ഷങ്ങളെയും പൂജിച്ചു. തരുനിരകളെയും നീർച്ചാലുകളെയും ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നത് കണ്ണനെന്നും പ്രിയപ്പെട്ടതായിരുന്നു. ഗർഗാചാര്യൻ ഗിരിശ്രേഷ്ഠനെ മാത്രമല്ല യജ്ഞത്തിന്റെ യജമാനനെയും പൂജിച്ചു. കണ്ണന് അവർ മംഗളം പാടി. അന്തരീക്ഷം ജയ ജയ ശബ്ദത്തിൽ കുളിച്ചു നിന്നു. ഉത്സവത്തിന്റെ അവസാന ദിവസം എത്തി. സായാഹ്നമായി. ഗോപന്മാർക്കും ഗോപികമാർക്കും ആനന്ദ തികവായി. അന്തരീക്ഷമെങ്ങും ഗാനങ്ങൾ കൊണ്ട് മുഖരിതമായി. നീലാകാശത്തിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങി. ഗോവർദ്ധനം ഗോപന്മാർക്ക് ആശിസ് നൽകി. ഗോപന്മാരും ഗോപികമാരും നടനത്തിൽ മുഴുകി. കണ്ണൻ എല്ലാവർക്കും വേണ്ടി വേണുകൂതി. നിമിഷങ്ങൾ അടർന്നു വീണുകൊണ്ടിരുന്നു. ഗോവർദ്ധനഗിരിയിൽ ഇന്ദ്രയാഗം മുടക്കാൻ കൃഷ്ണനെത്തിയ നിമിഷം തന്നെ കാര്യങ്ങളുടെ ഗതി നാരദൻ മനസ്സിലാക്കി. ഇന്ദ്രന്റെ അഹങ്കാരം നശിപ്പിക്കുവാൻ ഇത് തന്നെയാണ് മാർഗമെന്ന് കണ്ട നാരദൻ ദേവലോകത്തിലേക്ക് നടന്നു. ഇന്ദ്രൻ സുധർമ്മയിൽ നടനം കണ്ട് രസിച്ചിരിക്കുകയായിരുന്നു. നാരദനെ കണ്ട ഉടനെ ദേവപതി അദ്ദേഹത്തെ സ്വീകരിച്ച് ഉപചരിച്ചു. ഉചിതമായ പീഠത്തിലെത്തി വിശേഷങ്ങൾ ആരാഞ്ഞു. നാരദൻ പറഞ്ഞു, ദേവപദേ, വിശേഷങ്ങൾ മാത്രമേ ഭൂമിയിലുള്ളൂ. കാളിന്തിയിൽ മുഖം നോക്കുന്ന ഗോവർദ്ധനത്തിന് വന്ന ഭാഗ്യം ഓർത്ത് എനിക്ക് പോലും അസൂയ ഉണ്ടാകുന്നു. കഴിഞ്ഞ വർഷം വരെ ഗോപന്മാർ ഇന്ദ്രനു വേണ്ടിയായിരുന്നു യാഗം നടത്തിയത്. ഇന്ന് ആ യാഗം ഗോവർദ്ധനത്തിന് വേണ്ടിയാണ്. ദേവരൂപം ധരിച്ച പർവ്വതശ്രേഷ്ഠൻ യാഗഭാഗം ആസ്വദിച്ച് നടനം ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. യഥാർത്ഥത്തിൽ ഗോപന്മാരുടെ അഹങ്കാരം മുടിചൂടുന്നു എന്നല്ലാതെ എന്താണ് പറയുക? നാരദന്റെ വാക്കുകേട്ട് ദേവപതി അതിശയിച്ചു. അതിരിന്ദ്രിയം കൊണ്ട് ഇന്ദ്രൻ സത്യങ്ങൾ അറിഞ്ഞു. യദുകുലത്തിന്റെ മുകളിൽ ദേവപതി കോപം വച്ച് എല്ലാം കത്തിച്ച് കളയണമെന്ന് തന്നെ അദ്ദേഹം ചിന്തിച്ചു. അതിലും നല്ലത് ഗോവർദ്ധനം ജലത്തിൽ മുക്കുകയാണെന്ന് പിന്നീട് ഉറച്ചു. ഇന്ദ്രൻ പറഞ്ഞു, നാരദരെ, അപമാനത്തിന് പ്രതികാരം ചെയ്യാതെ തരമില്ല.
ഗോകുലം നാം നശിപ്പിക്കും. ഇതാ പ്രളയമേഘങ്ങളെ നാം അങ്ങോട്ട് അയക്കുകയാണ്. ഗോപന്മാർക്ക് തടയാമെങ്കിൽ ആകട്ടെ. നാരദൻ ചിരിച്ചുകൊണ്ട് സ്ഥലം വിട്ടു.